എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 2024 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ 5ാം റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങാൻ പോവുകയാണ്. ഇത്തവണ കരുത്തരായ രാജസ്ഥാൻ റോയൽസാണ് ഫാഫ് ഡു പ്ലസിയുടെ സംഘത്തിന് എതിരാളികൾ. നാളെ ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം മൈതാനമായിട്ടുള്ള ജയ്പൂരിലാണ് RR vs RCB മത്സരം നടക്കാൻ പോകുന്നത്. രാജസ്ഥാൻ്റെ സീസണിലെ 3ാം മത്സരമാണ്. നമുക്കറിയാം 3 മത്സരങ്ങൾ കളിച്ച 3 മത്സരങ്ങളിൽ മികച്ച വിജയത്തോടു കൂടി ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടീമായി തന്നെ മാറിയിരിക്കുകയാണ് സഞ്ജു സാംസണിൻ്റെ റോയൽസ്. എങ്കിൽ കളിച്ച 4 മത്സരങ്ങളിൽ 3 പരാജയം, ഒരൊറ്റ വിജയം മാത്രമാണ്. പഞ്ചാബ് കിങ്സിനെതിരെ പൊരുതി നേടിയ ഒരൊറ്റ വിജയം മാത്രമാണ് ഫാഫ് ഡു പ്ലസിയുടെ സംഘത്തിന് IPL 2024 ഇതുവരെ അവകാശപ്പെടാനുള്ളത്. സോ RCBയെ സംബന്ധിച്ച് സീസണിലെ മുന്നോട്ടുള്ള പോക്കിന് വിജയം അനിവാര്യമായ പോരാട്ടം തന്നെയാണ്. നാളെ എവേ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ വിജയിക്കുക എന്നുള്ളത്. നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 3 വിജയം ഉൾപ്പെടെ 6 പോയിൻറ്റുമായി പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്താണ് റോയൽസ്. എങ്കിൽ 4 മത്സരങ്ങളിൽ നിന്ന് 1 വിജയം മാത്രമുള്ള RCB 9ാം സ്ഥാനത്താണ് നിലവിൽ പോയിൻറ്റ്സ് ടേബിളിൽ. നമുക്കറിയാം കളിച്ച 4 മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രമേ RCBക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ കൊൽക്കത്തയ്ക്കെതിരെയും ലക്നൌവിനെതിരെ പോരാട്ടത്തിൽ പോലും അവർ പരാജയപ്പെട്ടിരുന്നു. ഒപ്പം സീസൺ ഓപ്പണിംഗ് മാച്ചിൽ ചെന്നൈക്കെതിരെയും എവേ മത്സരത്തിൽ RCBക്ക് തോൽക്കാനായിരുന്നു വിധി. ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയുടെ ഒരു പ്രകടനം മാത്രമാണ് RCBയെ സംബന്ധിച്ച് ആശ്വസിക്കാനായിട്ടുള്ളത്. ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസി ഉൾപ്പെടെ ബാറ്റിങ്ങിലെ പല വമ്പൻ താരങ്ങളും ഫോം കണ്ടെത്താത്തത് RCBക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ഒപ്പം ഒരു എഫിഷ്യൻസിയും ഇല്ലാത്ത ചറപറ റണ്ണുകൾ, അല്ലെങ്കിൽ ഒരു എക്കോണമി റേറ്റ് പോലും മെയിൻറ്റെയിൻ ചെയ്യാതെ കളി കൊണ്ട് തുലയ്ക്കുന്ന ബൗളർമാരുടെ നിര കൂടിയാകുമ്പോൾ കളിച്ച 4 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ 1 വിജയമുള്ളത് RCBയെ സംബന്ധിച്ച് എന്തുകൊണ്ടും ആശ്വാസം തന്നെയാണ്. ബാറ്റിങ്ങിലെ വമ്പൻ താരങ്ങളുടെ ഔട്ട് ഓഫ് ഫോമിനൊപ്പം ബൗളർമാരുടെ നിലവാരമില്ലാത്ത പ്രകടനം കൂടിയാണ് RCBക്ക് നിലവിൽ തലവേദന ഉയർത്തുന്നത്. അതിനാൽ തന്നെ രാജസ്ഥാനെതിരെ മത്സരത്തിൽ കാര്യമായ ചില മാറ്റങ്ങൾ നമുക്ക് 11-ൽ പ്രതീക്ഷിക്കാം. ഇനി പിച്ച് റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. സീസണിൽ ജയ്പൂരിൽ 3ാം മത്സരത്തിലാണ് രാജസ്ഥാൻ ഇറങ്ങാൻ പോകുന്നത്. കളിച്ച 2 ഹോം മത്സരങ്ങളിലും അവർക്ക് വിജയമുണ്ടായിരുന്നു. പിച്ച് റിപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചേസിങ്ങിന് അത്ര പേരുകേട്ട പിച്ചല്ല ജയ്പൂരിലേത്. ഒരു പാർ സ്കോറിംഗ് പിച്ചാണ്. 170 അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ഇതേ മൈതാനത്ത് നടന്ന രാജസ്ഥാൻ്റെ ആദ്യ ഹോം മത്സരത്തിൽ നമുക്കറിയാം 192 റൺസായിരുന്നു അന്ന് രാജസ്ഥാൻ നേടിയത്. മത്സരത്തിൽ അവർക്ക് വിജയിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ചേസിങ്ങിന് വരുമ്പോൾ അല്പം ബൗൺസറുകളുടെയും ഡ്യൂ ഫാക്ടറൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചേസിങ്ങിന് അത്ര എളുപ്പമല്ല. അതിനാൽ തന്നെ ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻ ഡെഫിനറ്റ്ലി ബാറ്റിംഗ് തന്നെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. മികച്ച ബൗൺസറുകളും പേസും ജനറേറ്റ് ചെയ്യുന്ന ഒരു പിച്ചാണ് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ. നമുക്കറിയാം ഈ ഒരു IPL സീസൺ മുതൽ 2 ബൗൺസറുകളാണ് ഒരു ഓവറിൽ പേസ് ബൗളർമാർക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. സോ അതിനാൽ തന്നെ ബൗൺസറുകൾക്ക് പേരുകേട്ട പിച്ചിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പേസർമാർക്ക് സാധിക്കും. ഒപ്പം സ്പിന്നർമാരെയും അത്ര കാര്യമായി തന്നെ സഹായിക്കുന്ന ഒരു പിച്ചാണ് ജയ്പൂരിലേക്ക്. നമുക്കറിയാം രാജസ്ഥാൻ നിരയിലേക്ക് വരികയാണെങ്കിൽ അശ്വിൻ, അതോടൊപ്പം തന്നെ ചഹൽ പോലുള്ള ക്വാളിറ്റി സ്പിന്നേഴ്സിൻ്റെ അവൈലബിലിറ്റി അവർക്ക് ഗുണം ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇരു ടീമുകളുടെ പ്രോബബിൾ 11ലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് കളിച്ച 3 മത്സരങ്ങളിലും ത്രില്ലർ വിജയം തന്നെയായിരുന്നു. ലക്നൌവിനെതിരെ, ഡൽഹിക്കെതിരെ, ഒടുവിൽ കരുത്തരായ മുംബൈയും അട്ടിമറിച്ചുകൊണ്ടാണ് സഞ്ജു സാംസണിൻ്റെ സംഘം അടുത്ത ഹോം മത്സരത്തിന് പ്ലാൻ തയ്യാറാക്കുന്നത്. 11ലേക്ക് വരികയാണെങ്കിൽ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ സംഘം ഓപ്പണിങ്ങിൽ ശോഭിക്കാത്തത് അല്പം പ്രശ്നം തന്നെയാണ്. എന്നിരുന്നാലും മധ്യനിരയിൽ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ അടിച്ചു കൂട്ടുന്ന റിയാൻ പരാഗിൻ്റെ ഫോം തന്നെയാണ് സഞ്ജുവിൻ്റെ സംഘത്തിന് ആശ്വാസം. ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ഷിമറോൺ ഹെറ്റ്മയർ, രവിചന്ദ്രൻ അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, നാന്ദ്രെ ബർഗർ, യുസ്വേന്ദ്ര ചഹൽ, ആവേശ് ഖാൻ എന്നിങ്ങനെയായിരിക്കും രാജസ്ഥാൻ്റെ ഒരു പ്രോബബിൾ 11 വരാൻ പോകുന്നത്. RCBയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വമ്പൻ മാറ്റങ്ങൾ തന്നെ നമുക്ക് നാളെ 11-ൽ പ്രതീക്ഷിക്കാം. കാരണം ആദ്യ 4 മത്സരങ്ങളിലും അത്ര ഫോം ആവാത്ത ഒട്ടേറെ താരങ്ങൾ ഇപ്പോഴും RCB ലൈനപ്പിലുണ്ട്. സോ അതിനാൽ തന്നെ കാര്യമായ മാറ്റങ്ങളോടുകൂടി തന്നെയായിരിക്കും. കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ല എങ്കിൽ RCBയെ സംബന്ധിച്ച് രാജസ്ഥാനെതിരെ കാര്യങ്ങൾ എളുപ്പമാകില്ല. ഫാഫ് ഡു പ്ലസി, വിരാട് കോഹ്ലി ഓപ്പണിംഗ് സഖ്യം, ഗ്ലെൻ മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ കളിച്ച 4 മത്സരങ്ങളിലും ഫോം ആവാതിരുന്ന കാമറൂൺ ഗ്രീന് പകരം
ഒരുപക്ഷെ വിൽ ജാക്സ് ഇംഗ്ലീഷ് ഓൾറൗണ്ടറായിട്ടുള്ള വിൽ ജാക്സ് 11ലേക്ക് എത്തിയേക്കാം. ഏറ്റവും റീസെൻ്റായി നടന്ന സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിൽ മിന്നൽ പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു വിൽ ജാക്സ്. ഒരു ഓൾറൗണ്ടറാണ് അദ്ദേഹം. ഒരുപക്ഷെ കാമറൂൺ ഗ്രീനിന് പകരം വിൽ ജാക്സ് 11ലേക്ക് RCBക്ക് വേണ്ടി ഈ ഒരു സീസണിൽ തൻ്റെ ആദ്യ മാച്ച് കളിച്ചേക്കാം. ദിനേഷ് കാർത്തിക്, അനുജ് റാവത്ത്, രജത് പടിദാർ, മായങ്ക് ദഗർ, റീസ് ടോപ്ലി കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് കിട്ടിയ അൽസാരി ജോസഫിന് പകരം 11ലേക്ക് എത്തിയ റീസ് ടോപ്ലി ഒരുപക്ഷെ നാളത്തെ മത്സരത്തിലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായേക്കാം. മുഹമ്മദ് സിറാജ്, യശ് ദയൽ എന്നിങ്ങനെയായിരിക്കും RCBയുടെ ഒരു പ്രോബബിൾ 11. ഒരുപക്ഷെ ടോപ്പിലേക്ക് പകരം ലോക്കി ഫെർഗൂസൺ അല്ലെങ്കിൽ ടോം കറൻ തുടങ്ങിയ താരങ്ങളെ കൂടി RCB പരിഗണിച്ചേക്കാം. എന്നിരുന്നാലും മോസ്റ്റ് പ്രോബബിളി കാമറൂൺ ഗ്രീന് പകരം വിൽ ജാക്സ് വരാൻ തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിലെ ഒരു പ്രഡിക്റ്റഡ് സ്കോർ എന്ന് പറയുന്നത്. സോ ഒരു ത്രില്ലർ പോരാട്ടം തന്നെയാണ് ജയ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഹോം ടീം രാജസ്ഥാൻ റോയൽസ് കരുത്തരായ രാജസ്ഥാൻ റോയൽസ് നേരിടാൻ ഒരുങ്ങുകയാണ് RCB റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ. നമുക്കറിയാം രാജസ്ഥാനെതിരെ വളരെ മികച്ച റെക്കോർഡുള്ള ടീം തന്നെയാണ് RCB. രാജസ്ഥാൻ്റെ ഹോം മൈതാനമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പോലും വമ്പൻ റെക്കോർഡുകൾ തന്നെയാണ് RCBക്ക് രാജസ്ഥാനെതിരെ ഉള്ളത്. പക്ഷേ ആ പഴയ RCBയോ പഴയ രാജസ്ഥാനോ അല്ല പുതിയ സീസണിലേക്ക് എത്തുമ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ വാശിയേറിയ പോരാട്ടം തന്നെ. കാരണം വിജയം അനിവാര്യമാണ് RCBക്ക് മുന്നോട്ടുള്ള പോക്കിനെങ്കിൽ. തുടർച്ചയായ വിന്നിംഗ് സ്ട്രിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു കിടിലൻ ഫോമിലേക്ക് പോകാൻ തന്നെയായിരിക്കും രാജസ്ഥാൻ്റെ പ്ലാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മിക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.